Hi everyone, this is Yabin Say from Evika. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് ടേബിൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിൽ നടന്ന എല്ലാ പുതിയ ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സിനെയും ന്യൂസിനെയും പറ്റിയാണ്. സോ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ തൊട്ടുമുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാം നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്താൽ എന്തായാലും ജോയിൻ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് iOS 17.5 ഒരു പുതിയ ബീറ്റ ആപ്പിൾ റിലീസ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളൊരു ബീറ്റ ടെസ്റ്റർ ആണെങ്കിൽ എന്തായാലും ആ ഒരു അപ്ഡേഷൻ ചെയ്ത് നോക്കുക. അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഫുൾ ഫ്ലെജ് കാര്യങ്ങളും മനസ്സിലാവുന്നതാണ്. അതോടൊപ്പം തന്നെ കുറേയധികം പുതിയ ബീറ്റാസ് iOS മാത്രമല്ല വാച്ചിനും മാക്കിനും ഐപാഡിനും എല്ലാത്തിനും വന്നിട്ടുണ്ട്. ഐപാഡിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ മെയ് 7 2024 ഏറ്റവും ആദ്യത്തെ ആപ്പിൾ ഇവൻറ്റ് സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ ഈ പറഞ്ഞ മെയ് 7 അത് സ്പെഷ്യലി ഫോർ ഐപാഡിന് വേണ്ടി മാത്രം. ഈ ഒരു ഇവൻറ്റ് നമുക്ക് കുറേയധികം എന്താ പറയുക സ്പെഷ്യൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറേയധികം കാര്യങ്ങൾ ഈ ഒരു ഇവൻറ്റിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ഈ ഒരു ഇവൻറ്റ് നമ്മുടെ ഇന്ത്യൻ സമയം വെച്ച് നോക്കുമ്പോൾ രാത്രി 7:00 നമുക്ക് നടക്കാൻ പോകുന്നത്. ആൻഡ് ഓരോ രാജ്യത്തും ഓരോ സമയത്താണ് ഈ ഇവൻറ്റ് നമുക്ക് കാണാൻ പറ്റുക. ഇപ്പോൾ അമേരിക്കയിലാണെങ്കിൽ ചിലപ്പോൾ രാത്രി ആയിരിക്കും, അല്ലെങ്കിൽ അമേരിക്കൻ സമയം നോക്കുകയാണെങ്കിൽ ചെയ്യുന്നത് രാവിലെ 7 മണിക്കാണ്. ഇന്ത്യൻ സമയം വെച്ച് നോക്കുമ്പോൾ അത് രാത്രി 7:00 അപ്പോൾ നിങ്ങളുള്ള സ്ഥലത്ത് ഇത് ടൈം അറിയണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ ഇതിൻ്റെ കംപ്ലീറ്റ് ചാർട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ടുള്ള കാര്യം അറിയാൻ പറ്റും. സോ അവിടെ നോക്കാനുള്ള അല്ലെങ്കിൽ ഇത് അറിയാനുള്ള ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ www.evika.com സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു ഇവൻറ്റിൻ്റെ ഒരു കംപ്ലീറ്റ് ജാം പാക്ക് ഡീറ്റെയിൽസ്, അതായത് ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ, ഈ പറയുന്ന ലോഗോ, അതേപോലെ തന്നെ അതിൻ്റെ പിക്ചേഴ്സ് ഡീകോഡ് ചെയ്യുക, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് കംപ്ലീറ്റ് വേറെ ഒരു ഡെഡിക്കേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, എന്തായാലും കണ്ടുവെക്കുക. ആപ്പിൾ കഴിഞ്ഞ കൊല്ലം റിലീസ് ചെയ്ത ടൈപ്പ് ഓഫ് കേസ് ആയിരുന്നു ഫൈൻ വൂളൻ കേസ് എന്ന് പറയുന്നത്. നമ്മുടെ സിൽക്കൺ കേസുകളെ ഫുള്ളായിട്ട് റീപ്ലേസ് ചെയ്ത് കാർബൺ ന്യൂട്രലാക്കാനുള്ള സ്റ്റെപ്പിൻ്റെ ഒരു വലിയ മാറ്റമാണ് ഫൈൻ വൂളൻ കേസ് എന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു കേസിന് കുറേയധികം പ്രശ്നങ്ങൾ വരുന്നുണ്ടായിരുന്നു. ഞാൻ നമ്മുടെ ന്യൂസിലൊക്കെ പറഞ്ഞിട്ട് കുറേയധികം സ്ക്രാച്ചസ്, അതേപോലെ പൊടിഞ്ഞു പോവുക, അങ്ങനത്തെ ഇഷ്യൂ ഉണ്ടായിരുന്നു. ആ ഒരു ഇഷ്യൂ കാരണം തന്നെ ആപ്പിൾ ഇപ്പോൾ ഈ പറഞ്ഞ ഫൈൻ വൂളൻ കേസിൻ്റെ പ്രൊഡക്ഷൻ ടെമ്പററി ആയിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഇനി അതിനെ കുറച്ചധികം കാര്യങ്ങളൊക്കെ വന്നിട്ടായിരിക്കും ഇത് റെസ്യൂം ചെയ്യാനാണ് നമുക്ക് കിട്ടിയ ലീക്ക്. 2025 നമുക്കൊരു ഫിഫ വേൾഡ് കപ്പിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഉണ്ടാവുമെന്നാണ് പറഞ്ഞേക്കുന്നത്. 2025 അവസാനവും 2026 അങ്ങനെയൊക്കെയാണ് നമുക്ക് കേൾക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഇവൻറ്റിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഫിഫയുടെ ഈ പറഞ്ഞ സ്ട്രീമിംഗ് റൈറ്റ് ആപ്പിൾ വാങ്ങിക്കാനായിട്ട് നോക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് കിട്ടുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഒരു വിധത്തിൽ നോക്കുമ്പോൾ നല്ലതാണ്. പക്ഷെ വേറൊരു വിധത്തിൽ വരുമ്പോൾ ഒരു പ്രശ്നം അവിടെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ആപ്പിൾ ഒന്നും ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ള ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ MLS ഒക്കെ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ എടുത്താൽ മാത്രമാണ് കാണുന്നത്. സോ ആ ഒരു സെയിം പെർട്ടിക്കുലർ എന്താ പറയുക പ്രിൻസിപ്പിൾ ഈ പറഞ്ഞ ഫിഫക്ക് വരും, അല്ലെങ്കിൽ ഫിഫക്ക് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. സോ ആപ്പിളിന് ഇമേഴ്സീവ് ആയിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ലഭിക്കണം എന്നാണെങ്കിൽ ഈ പറയുന്ന ആപ്പിൾ TV അല്ലെങ്കിൽ ആപ്പിൾ TVയുടെ ഈ ഒരു സ്പോർട്സ് സെക്ഷനിൽ ഫിഫക്ക് വേണ്ടി പ്രത്യേകം സബ്സ്ക്രിപ്ഷനും ബാക്കി കാര്യങ്ങളും എടുത്താൽ മാത്രമായിരിക്കാം ചിലപ്പോൾ കാണാൻ പോകുക. നമ്മുടെ ഇന്ത്യയിൽ അത് ചിലപ്പോൾ ജിയോയോ അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന വേറെ ഏതെങ്കിലും TVയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാറ്റ്ഫോം ചിലപ്പോൾ എടുക്കുമായിരിക്കും. പക്ഷേ ആപ്പിൾ തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് എടുക്കണമെങ്കിൽ ആ ഒരു പ്രശ്നം വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ ആപ്പിൾ TVയിലേക്ക് വരുമ്പോൾ ഇമേഴ്സീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, ഇപ്പോൾ വിഷൻ പ്രോയിലെ MLS കാണുമ്പോൾ എങ്ങനെ അറിയുമോ, നമുക്ക് ആ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിച്ചെല്ലാം വിഷൻ പ്രോ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഗെയിം നടക്കുന്ന ഫീൽഡിലേക്ക് ഇറങ്ങിച്ചെന്ന് അങ്ങോട്ട് നോക്കാം ഇങ്ങോട്ട് നോക്കാം, നമ്മൾ ആ ഒരു ഫീൽഡിലുള്ള പോലെ ഫീൽ ചെയ്യും. സോ ആ ഇമേഴ്സീവ് എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷെ അതേപോലെ നമുക്ക് ആ എക്സ്പീരിയൻസിന് അത്യാവശ്യം നല്ല രീതിക്കുള്ള എക്സ്പെൻസും നമ്മൾ കൊടുക്കേണ്ടി വരും. വിഷൻ പ്രോവിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ ആപ്പിളിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ആ ഒരു ഫോർകാസ്റ്റിംഗ് അനുസരിച്ച് ഇപ്പോൾ ആപ്പിൾ വിഷൻ പ്രോവിൻ്റെ ഡിമാൻഡ് നല്ല രീതിക്കുള്ള കുറവാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം ആപ്പിൾ എക്സ്പെക്ട് ചെയ്ത് US മാത്രം ഏകദേശം 700 to 850K പ്രൊഡക്ഷനാണ്, അല്ലെങ്കിൽ അത്രമാത്രം പ്രൊഡക്ട്സ് വിറ്റുപോകും എന്നാണ് വിശ്വസിച്ചത്. പക്ഷേ അമേരിക്കയിൽ മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ, നമുക്കറിയാം.
പക്ഷേ ഇപ്പോൾ ഉണ്ടാകുന്ന ആപ്പിളിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് 400 to 450K മാത്രമാണ് ആപ്പിളിന് ഈ വിഷൻ പ്രോ വിറ്റഴിക്കാൻ പറ്റിയിരുന്ന ലിസ്റ്റ് എന്ന് പറയുന്നത്. സോ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഡിമാൻഡ് ആപ്പിളിന് ഈ ഒരു പ്രൊഡക്റ്റിന് കൊണ്ടുവരാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആയതുകൊണ്ടായിരിക്കാം. ഒബ്വിയസ്ലി 4500K എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ $4500 എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഫണ്ട് ഉണ്ട്. ആ ഒരു കാരണം കൊണ്ടും ആവാം ഈ പറഞ്ഞ വിഷൻ പ്രോയിൻ്റെ ഡിമാൻഡ് കുറയാനുള്ള ചാൻസ്. പിന്നെ ഈ പറഞ്ഞ വിഷൻ പ്രോയിൽ കുറേയധികം മാറ്റങ്ങൾ വരുന്ന അപ്ഡേഷനിലൊക്കെ വരും. സോഫ്റ്റ്വെയറുമായിട്ട് കുറേയധികം മാറ്റങ്ങൾ വരുമെന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് ഒരു റിപ്പോർട്ട്. സോ അങ്ങനെ വിഷൻ പ്രോവിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ആൾക്കാരിലേക്ക് എത്തിക്കാനും കുറേയധികം മാറ്റങ്ങൾ കൊണ്ടുവരാനും ആപ്പിൾ ശ്രമിക്കുന്നുണ്ട്. ഇനി ഈ വരുന്ന വർഷം തന്നെ നമ്മുടെ വിഷൻ പ്രോ മൾട്ടിപ്പിൾ കൺട്രീസിലേക്കും എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും ആപ്പിൾ തിരഞ്ഞെടുക്കുന്നുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ ന്യൂസ്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് ടേബിളിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ഉദ്ദേശിച്ച കാര്യങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. എനിക്കറിയാം ഈ ഒരു ന്യൂസ് എപ്പിസോഡ് ഭയങ്കര ചെറുതായിപ്പോയി, കാരണം നമുക്ക് ഈ ഒരു വീക്കിൽ വലിയ ന്യൂസുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇനി വരുന്ന ഓരോ വീക്കിലും മാക്സിമം ന്യൂസുകൾ കളക്ട് ചെയ്ത് നിങ്ങളുടെ അടുത്ത് എത്തിക്കാനായിട്ട് ഞാൻ ശ്രമിക്കും. സോ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്തില്ലെങ്കിൽ എന്തായാലും ജോയിൻ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുകയാണെങ്കിൽ അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് സ്റ്റോറീസ് ആയിട്ടും ബാക്കി കാര്യമായിട്ടും അറിയാൻ പറ്റും. സോ go follow me in Instagram too, and thank you so much for watching this whole video. This is Yabin Xavier signing from Evika.